എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മൾ കടത്തിലേക്ക് പോകുന്നത്? നല്ലപോലെ ജോലിയുണ്ട്, നല്ലതുപോലെ പണം വരുന്നുണ്ട്, പക്ഷെ കയ്യിലൊന്നും നിൽക്കുന്നില്ല. എങ്ങനെയൊക്കെയോ പണം ചെലവായി പോകുന്നു. ദിവസവും കടം മാത്രമാണ്. ഒരാഴ്ച ജോലിയില്ലാണ്ടെന്നാൽ നമ്മൾ ചക്രശ്വാസം വലിക്കുന്ന ഘട്ടത്തിലാണ്. പല ഭാഗത്തും കടമാണ് ഇന്നുള്ളത്. എന്നാൽ വീട്ടിലെല്ലാവരും ജോലി ചെയ്യുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ കടത്തിലേക്ക് പോകുന്നത്? ഓരോ ദിവസം കഴിയുന്നതോടെ നമ്മുടെ കടം വർദ്ധിച്ചു വരുന്നു, അല്ലെങ്കിൽ കടം നമുക്ക് തിരിച്ചടക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ പല സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവാറില്ലേ? എന്നാൽ ഈ കടത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പലരും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ഇങ്ങനൊരു പ്രശ്നം, എന്നെ നിരവധി ആൾക്കാർ വിളിച്ച് ചോദിക്കും, ഇങ്ങനെയുണ്ട് സ്വാമിജി, എനിക്ക് ഇങ്ങനെ കടങ്ങളായിട്ടാണ്, എന്താ അതിനൊരു പരിഹാരമെന്ന്. പരിഹാരം ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതറിയാം, ഈ തരത്തിൽ കടം വരാൻ കാരണമായി പലരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് നിങ്ങളുടെ ജാതകദോഷമാണ്. ജാതകദോഷം കാരണമാണ് നിങ്ങൾക്ക് ഈ കടം മുഴുവൻ വന്നിട്ടുള്ളത്. മറ്റൊരാൾ പറയുന്നത് എന്താണെന്നറിയോ? അല്ല, അത് കുടുംബദോഷമാണ് എന്നാണ്. ഒരു ഭാഗത്ത് ജാതകദോഷത്തെക്കുറിച്ച് പറയുന്നു, ജ്യോത്സ്യന്മാരായ ആൾക്കാർ പറയുന്നു ജാതകദോഷം എന്ന്. മറ്റു ചില ജ്യോത്സ്യന്മാർ പറയും അല്ല, അത് കുടുംബദോഷമാണ് എന്ന് പറയും. മറ്റു ചിലർ പറയും വാസ്തുദോഷമാണ്, നിങ്ങൾ താമസിക്കുന്ന ആ വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ദോഷമായിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന്. എന്നാൽ ഞാൻ പറയുന്നതെന്നറിയോ, ഈ മൂന്ന് ദോഷവുമല്ല. ശരിക്കും നാലാമത് മറ്റൊരു ദോഷമുണ്ട്. ആ ദോഷമാണ് നിങ്ങളെ നിത്യമായിട്ട് ഈ കടത്തിലേക്ക് തള്ളിപ്പെടുന്നത്. ആ ദോഷത്തിൻ്റെ പേര് കർമ്മദോഷം എന്നാണ്. അയ്യോ സ്വാമിജി, അല്ലെങ്കിൽ വിനോജി, എന്താണ് ഈ കർമ്മദോഷം ഇങ്ങനെ ആവാൻ കാരണം? അതിന് നിങ്ങളാണ് ഉത്തരവാദി. കഴിഞ്ഞ ജന്മത്തിലുള്ള ദുരിതത്തെ പഴിക്കല്ല കൊണ്ടിട്ടോ. ഇവിടെ നമ്മൾ ഈ ആദ്യം പറഞ്ഞു ജാതകദോഷം എന്ന് പറയുന്ന ജ്യോത്സ്യന്മാർ, നമ്മൾ നേരായ വിധത്തിൽ, കൃത്യമായ വിധത്തിൽ, ചിട്ടയോടുള്ള ജീവിതം ജീവിക്കാതെ അലക്ഷ്യമായി ജീവിച്ചു, ലക്ഷ്യമില്ലാത്ത തരത്തിൽ ജീവിച്ചിട്ട് അവസാനം ജാതകത്തിനെയും കുടുംബത്തിനെയും ഒക്കെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് നിലവിൽ കടമുണ്ടോ? ആ കടങ്ങളെല്ലാം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും, ഒരു സംശയവും വേണ്ട. ഇതിന് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ നടയിലിരുന്ന് നാമം ജപിച്ചിട്ടോ, അവിടെ ഭണ്ണാരത്തിൽ പൈസ ഇട്ടിട്ടോ, അവിടെ തുലാഭാരം നടത്തിയിട്ടോ, അവിടെ വെടിവഴിപാട് നടത്തിയിട്ടോ ഒരു കാര്യമില്ല കേട്ടോ. വീട്ടിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ കടം മുഴുവൻ ഉണ്ടാക്കി വെച്ചത് നമ്മളാണ്, മറ്റാരും ഉണ്ടാക്കിയതല്ല. പിന്നെ ചില ആൾക്കാർ പറയാം, അല്ല എൻ്റെ കടം ഞാൻ ഉണ്ടാക്കിയതല്ല, എൻ്റെ അച്ഛൻ കാരണമാണ് എനിക്ക് ഈ കടങ്ങളൊക്കെ വന്നത്. അച്ഛൻ പെങ്ങളന്മാരെ കെട്ടിച്ചയക്കാൻ വേണ്ടിയിട്ട് വീടും സ്ഥലമെല്ലാം പണയപ്പെടുത്തി അവസാനം അച്ഛൻ മരിക്കുകയും ചെയ്തു, പെങ്ങളെ കല്യാണം കഴിപ്പിച്ച് വെച്ച് കടം മുഴുവൻ നമ്മുടെ തലയിലെന്ന് പറയും. അപ്പോൾ അച്ഛൻ ഉണ്ടാക്കി വെച്ചതാണ്, അത് നിങ്ങളുടെ കർമ്മദോഷമല്ല എന്ന് പറയും. പക്ഷെ അനുഭവിക്കേണ്ടത് നിങ്ങളാ. അതിൽ നിന്ന് രക്ഷപ്പെടാനും നിങ്ങൾ വിചാരിച്ചാലേ കഴിയൂ, മറ്റൊരാളും വിചാരിച്ച കാര്യമില്ല. ഇങ്ങനെ ജപ്തി നോട്ടീസ് വരുന്ന സമയത്ത് നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാട് നടത്തിയിട്ട് കാര്യമുണ്ടാവും? ഒരു കാര്യമില്ല. അപ്പോൾ എന്താണ് ഇതിന് പ്രധാനമായി കടം കയറാനുള്ള കാരണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിനനുസരിച്ച് നമ്മൾ ജീവിതം കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കടം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിയും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും കടം നമുക്ക് ഉണ്ടാവുകയും ചെയ്യില്ല. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടത്, കടമില്ലാത്ത ആൾക്കാർ, കടമില്ല, ഇപ്പം വലിയ കടമൊന്നുമില്ല, ബാധ്യതകളില്ല, അല്ല ചെറുമാതിരി കടം മാത്രമേ ഉള്ളൂ, ഇങ്ങനെയുള്ള ആൾക്കാർ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ ഇനി ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല, കാരണം ഒരു വകയായി. എന്നാലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുങ്ങിത്താഴാൻ വേണ്ടി പോകുമ്പോൾ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയതുപോലെ നിങ്ങൾക്ക് അതിലൂടെ ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളും ഇത് വേണമെങ്കിൽ ഇത് ശ്രദ്ധിക്കാം. ഏതായാലും നമ്മൾ ചിന്തിക്കേണ്ട ചെളി ഇനി ഇതുവരെ എങ്ങനെയായി, ഇനി ഒരു കാരണവശാലും ഒരു കടത്തിലും ഞാൻ ചെന്ന് ചാടില്ല, അല്ലെങ്കിൽ എനിക്ക് എന്നെ കടം കൊണ്ട് എന്നെ ബലഹീനതയാക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ ചിന്തിക്കേണ്ടതറിയോ, ആദ്യം ഈ കടം ഉണ്ടാവാൻ കാരണം എന്താ, നമ്മളതാ ചിന്തിക്കേണ്ടത്. നമ്മൾ പല ആൾക്കാരിൽ നിന്ന് കടം വാങ്ങിക്കുന്നുണ്ട്, പല ആൾക്കാരിൽ നിന്ന് വാങ്ങിക്കും. ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് സാധനം വാങ്ങിക്കും,
ബാങ്ക് ലോൺ എടുത്തിട്ട് വീട് നന്നാക്കും, മക്കളെ കല്യാണം കഴിപ്പിച്ചയക്കും, ഭൂമി വാങ്ങുന്ന ആൾക്കാരുണ്ട്, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വ്യക്തികളിൽ നിന്ന് കടം വാങ്ങുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ചിട്ടി ഫണ്ടിൽ നിന്ന് അങ്ങനെ അടുത്തുനിന്ന് കടം വാങ്ങുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് പ്രധാനമായിട്ടും ഇതുവരെ കടമില്ലാത്ത ആൾക്കാരും ഇനി കടം വന്നുകൊണ്ട് ചെറുമാതിരി കടമില്ല ആൾക്കാരും തറപ്പിച്ച് തീരുമാനം എടുക്കണം. തല തന്നെ പോയാലും ഞാൻ ഇനി ഒരാൾക്കും കടം വാങ്ങില്ല എന്ന് ചിന്തിക്കണം. പട്ടിണി കിടക്കേണ്ടി വന്നാലും കടം വാങ്ങില്ല എന്ന് ഉറച്ച് തീരുമാനിക്കണം. നിങ്ങൾക്ക് അങ്ങനെ പറ്റുമോ? ചങ്കുറപ്പോടെ ആർജവത്തോടെ നിൽക്കാൻ പറ്റും. നിങ്ങൾ മാത്രം നിങ്ങളുടെ കുടുംബം പോലും രക്ഷപ്പെടും അങ്ങനെ തീരുമാനം എടുത്താൽ. പല ആൾക്കാരും ബാങ്കിൽ നിന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ബാങ്കിൽ സ്ഥിരമായിട്ട് ഇടപാട് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് ചോദിക്കും കടം വേണമെന്ന് ചോദിച്ചിട്ട് വരെ വിളിക്കാറുണ്ട് ബാങ്കിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുക ഇനി എന്തെന്നായാലും കടം വാങ്ങില്ല. പിന്നെയോ ഒരു കാര്യം കൂടി നിങ്ങൾ തീരുമാനിക്കണം, ഒരു കാരണവശാലും കടം കൊടുക്കില്ല. കടം കൊടുക്കുകയും ചെയ്യില്ല, കടം വാങ്ങുകയും ചെയ്യില്ല. നിങ്ങളുടെ പകുതി നിങ്ങൾ രക്ഷപ്പെട്ടു. ആരല്ലോ വന്നിട്ട് ഇങ്ങനെ വിഷമം പറയുമ്പോൾ എന്താ ചെയ്യുക? കടം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കടം കൊടുത്തോ. പക്ഷേ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ ഒരിക്കലും കടം കൊടുക്കരുത്. തിരിച്ചു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പാടില്ല. എന്താ ഈ വന്ന് ചോദിക്കുന്ന ആൾ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും നിങ്ങളിപ്പോൾ എനിക്കിങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈശ്വരൻ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് പുണ്യം കിട്ടും, ഞാൻ എന്തായാലും അടുത്ത മാസത്തിൻ്റെ അപ്പുറത്തെ മാസം 22-ാം തീയതി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ ഞാൻ തന്നിരിക്കും. എന്താ ഉറപ്പ്? ആ ദിവസം വരെ ഇയാൾ ജീവിച്ചിരിക്കുന്നു പോലും ഇയാൾക്ക് ഉറപ്പുണ്ടാവില്ല. അടുത്ത മാസത്തിൻ്റെ അപ്പുറത്തെ മാസം 22-ാം തീയതി വരെ നമ്മുടെ ജീവിതം ഉറപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ജീവിതം പോലും ഉറപ്പില്ലാണ്ടിരിക്കുമ്പോഴാണ് ഈ കടം ഉറപ്പ് കൊടുത്തിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ കടം വാങ്ങാൻ വേണ്ടിയാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്. ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്കൊരു ചമ്മലുണ്ട് എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് പറയാം. ഞാനിത് ഒരു കുതന്ത്രം പറഞ്ഞിരുന്നാന്ന് തോന്നരുത്, പറയേണ്ടെന്നറിയാം. കേട്ടല്ലോ, ഞാനിപ്പോൾ അവർ വന്ന് നമ്മുടെ പൈസക്ക് ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് വയ്ക്കും. ഞാനും വളരെ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഉള്ളത്. ഞാനിപ്പോൾ കുറച്ച് പൈസ ആരുടെങ്കിലും ഒന്ന് തിരിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് പൈസ എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് അങ്ങോട്ടൊക്കെ ആദ്യം ചോദിച്ചേക്കണം. എന്നാൽ പ്രശ്നം തീർന്നു. പിന്നെ ഇങ്ങോട്ട് ചോദിക്കാൻ നിൽക്കില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കാതെ വന്നിട്ട് അവർ പറയും എടോ എനിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്നിട്ടാണ് ഞാൻ ഇല്ലെന്ന്. പിന്നെ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാവില്ല. ഇനി അഥവാ നിങ്ങൾക്ക് സഹായിക്കാൻ തോന്നുവാണെങ്കിൽ നിങ്ങൾ കൊടുത്തോ, തിരിച്ചു കിട്ടുമെന്നുള്ളൊരു വിശ്വാസം വേണ്ട. കാരണം ചോദിക്കാൻ വരുമ്പോൾ ഉള്ള സ്നേഹവും ബഹുമാനവും ആ പൈസ നമ്മൾ തിരിച്ചു വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഉണ്ടാകില്ല. അതിൻ്റെ പേരിൽ എത്രയോ സുഹൃത്ത് ബന്ധങ്ങളും എന്തിനേറെ സഹോദര ബന്ധം പോലും ഇല്ലാണ്ടായിട്ടുണ്ട്. കൊടുത്ത പൈസ തിരിച്ചു ചോദിച്ചതിൻ്റെ പേരിൽ ജയിലിൽ വരെ പോകേണ്ടി വന്നിട്ടുണ്ട്, അടിയും പിടിയും ബഹളമായിട്ട്. എന്നാൽ നമ്മൾ ചെയ്തത് അവരൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അല്പം പൈസ സഹായിച്ചു. ഇതാണ് അത്. അവർ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് നീ കയ്യും പോലെ വാങ്ങിച്ചോ, എൻ്റെ അടുത്ത് പൈസ ഇല്ല, നിനക്ക് തരാൻ മനസ്സില്ല, ഇതൊന്നല്ല വാങ്ങാൻ വേണ്ടി വരുമ്പോൾ ഉണ്ടാവുക. എന്തിനാ ഉള്ള സഹോദര ബന്ധം നശിപ്പിക്കുന്നത്? കൊടുക്കാതിരിക്കുക. കൊടുക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് കിട്ടാത്ത വിധമില്ല, ഇത് ഞാൻ നഷ്ടപ്പെട്ടതായി കണക്കാക്കിയിട്ട് വേണം കൊടുക്കാൻ. ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ബുദ്ധിമുട്ടാണ്, ദുരിതം ഉണ്ടാവും, ഇവൻ നാളെ എൻ്റെ ശത്രുവാകും എന്ന ചിന്തയോട് വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ പലരും അറിയാം, പല സ്ഥലത്ത് കടം വാങ്ങിച്ചിട്ട് വരെ കൊടുത്തിട്ടുണ്ട്. കടം വാങ്ങിച്ചിട്ട് വേറെ ആൾക്കാരിൽ നിന്ന് കടം വാങ്ങിച്ച് ഇയാൾക്ക് കിട്ടൂല, അതുകൊണ്ട് വേറെ ആൾക്ക് കടം വാങ്ങിച്ചിട്ട് ഇയാൾ കൊടുത്തിട്ട് അവസാനം കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും കടം കൊടുക്കരുത്. കടം വാങ്ങേണ്ട അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വരവ് എത്രയാണെന്ന് നോക്കണം. ഒരു ദിവസം ഒരു 500 രൂപ മാത്രമേ വരുമാനമുള്ളൂ എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിൽ 400 രൂപക്ക് മേൽപോട്ട് ചെലവ് വരാത്ത വിധത്തിൽ അവർ ആസൂത്രണം ചെയ്യണം. കുടുംബത്തിലൊരു ചിട്ട ഉണ്ടാക്കണം. എത്ര ആൾക്കാർ അങ്ങനെ ചിട്ട ഉണ്ടാക്കിയിട്ടുണ്ട്? നമ്മൾക്ക് ആദ്യം വേണ്ടുന്നത് നമ്മുടെ കുടുംബത്തിലൊരു ചിട്ട വേണം, ഒരു ചാർട്ട് തയ്യാറാക്കുക. അതിലൊരു മാസത്തിൽ നമുക്ക് വരുന്ന ചിലവ് എന്താണെന്ന് കണക്കാക്കണം. ഇലക്ട്രിസിറ്റി ബില്ല് ഇത്ര പൈസ ഏകദേശം ഉള്ളത് നമ്മളൊന്ന് എഴുതി വെക്കുക. നമുക്കറിയാം അത് ഏത് കാരണവശാലും നമ്മൾക്ക് ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, വരവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ കൃത്യമായി അടക്കണം. വാട്ടർ അതോറിറ്റിയുടെ ബില്ല് അടക്കേണ്ട ആൾക്കാരാണെങ്കിൽ അത് കൃത്യമായിട്ട് അടക്കണം. അത് അവിടെ നോട്ട് ചെയ്തു. 2 ബില്ല് നിർബന്ധമാണ്. കുട്ടികളുടെ പരീക്ഷ ഫീസ്, വീടിൻ്റെ വാടകയുണ്ടെങ്കിൽ അത്, ഇതെല്ലാം ഓരോന്നും എഴുതി വെക്കുമ്പോൾ നമ്മളൊന്ന് കാൽക്കുലേഷൻ ചെയ്യാം. ഒരു മാസം നമുക്ക് എത്ര പൈസ ചിലവ് വരുന്നുണ്ട്. ഈ പൈസ നമുക്ക് നിർബന്ധമായിട്ടും വേണം. അരിയും പച്ചക്കറിയും വാങ്ങുന്ന പൈസ കൂട്ടിയിട്ടില്ല.
യാത്ര പോകേണ്ട അവസ്ഥ. നമ്മൾ നിത്യേന ടൗണിലേക്കോ അല്ലെങ്കിൽ മറ്റേ ഓഫീസിലേക്കോ മറ്റേ എവിടെയെങ്കിലും പോകണം, ജോലി സ്ഥലത്തേക്ക് പോകേണ്ട പൈസ, ആ പൈസ കൂട്ടിയിട്ടില്ല. ഇതൊന്നും കൂടാതെ അപ്രതീക്ഷിതമായി വരുന്ന ഗൃഹപ്രവേശനം, കല്യാണം, അങ്ങനെയുള്ള ചോറൂണ്, പാല് കൊടുക്കൽ, നൂലുകെട്ട്, ഇങ്ങനെ നിരവധി ചിലവുകളുണ്ട്. അതൊന്നും കൂട്ടിയിട്ടില്ല. നിർബന്ധമായും കൊടുക്കേണ്ടുന്നതാണ് ഈ പറഞ്ഞത്. അത് നമ്മൾ നോട്ട് ചെയ്ത് ഇത്ര പൈസ ചിലവ് വരും. ഇത് കൂടാതെ ആണ് ഞാൻ ഈ പറഞ്ഞ ചിലവ്. ഏത്? നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി, മത്സ്യം കഴിക്കുന്ന മത്സ്യത്തിന് വേണ്ടി, മീറ്റിന് വേണ്ടി, പച്ചക്കറിക്ക് വേണ്ടി, ധാന്യങ്ങൾക്ക് വേണ്ടി, ഇതിനെല്ലാം നമ്മളൊരു പൈസ ഏകദേശം ഒരു കാൽക്കുലേഷൻ. അത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുക? ആഴ്ചയിലാണ് നിങ്ങൾ സാധനം വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ ബില്ല് നിങ്ങൾ കൂട്ടി വെക്കുക. ഒരു മാസത്തിൽ അത്ര വരും. ആ പൈസ നമ്മൾക്ക് കാണണം. അപ്പോൾ ആ പൈസയും ഈ പൈസയുമായി. പിന്നെ അത്യാവശ്യം വന്ന രോഗം വന്ന ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഒരു നിശ്ചിത പൈസ മാറ്റി വെച്ചിരിക്കണം. അത് എടുക്കാനേ പാടില്ല. കാരണം രോഗം എപ്പോഴാണെന്ന് എങ്ങനെയാണ് വരുന്നു പറയാൻ കഴിയില്ല. ഒരു അപകടം പറ്റാം, ആക്സിഡൻറ്റ് പറ്റാം, വീണിട്ടോ മറ്റെങ്ങനെ എന്തെങ്കിലും ഇത് വരാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എപ്പോഴും ഒരു പൈസ മാറ്റി വെക്കണം. നിത്യ ചെലവിൻ്റെ അടുത്ത് നമ്മൾ ഗ്യാസിൻ്റെ ചിലവ് ഒഴിഞ്ഞു പോകരുത്. അത് നമ്മൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തില്ല. അതെന്തായാലും നമുക്ക് വേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മൊത്തത്തിൽ പൈസ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം 500 രൂപയാണ് വരുമാനം എന്നിരിക്കട്ടെ, അവനൊരു മാസം കിട്ടുന്നത്, അതും കൃത്യമായിട്ട് 30 ദിവസം ജോലി ചെയ്ത് കിട്ടുന്നത് 15,000 രൂപയാണ്. ഈ വരവ് നമ്മൾ കൂട്ടണം. നമ്മുടെ ചെലവ് 15,000-ന് മേൽപോട്ടാണോ, നിങ്ങൾ കടക്കാരനാകും. നിങ്ങൾ ഇതെല്ലാം കൊടുത്തിട്ട് അവസാനം എന്നറിയാം, ബസ്സിന് പോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ വണ്ടിക്ക് എണ്ണയടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് മറ്റൊരാളുടെ വാങ്ങേണ്ടി വരും. ഫോൺ റീചാർജ് ചെയ്യാൻ വേണ്ടി പൈസ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ മറ്റൊരാളുടെ വാങ്ങേണ്ടതായി വരും. ഈ പൈസ അടുത്ത മാസം കിട്ടുന്ന 15,000 രൂപയിൽ നിന്ന് ശമ്പളത്തിൽ നിന്ന് കിട്ടിയിട്ട് വേണം ഇവർക്ക് കൊടുക്കാൻ. അപ്പോൾ 15,000 രൂപ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്കിപ്പോൾ 2,000 രൂപ കടമുണ്ടെങ്കിൽ ആ 2,000 കൊടുത്താൽ ബാക്കി 13,000 രൂപയേ ഉള്ളൂ. അപ്പോഴായിരിക്കും നമുക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ വരിക. ചിലർക്ക് ബാങ്ക് ലോൺ ഉണ്ടാവും, അതെല്ലാം അടച്ചു തീർക്കണം. ചിട്ടിയിൽ അടക്കാനുണ്ടാവും. ഇതെല്ലാം കാൽക്കുലേഷൻ ചെയ്ത് നിങ്ങൾ എപ്പോഴെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ താളം തരുന്നതിൻ്റെ പ്രധാനമായ കാര്യം. ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് കാരണം ഉണ്ടാകും, ചിട്ടിയിലെ കാര്യങ്ങളുണ്ടാവും, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വെള്ളം, അങ്ങനെ നിരവധി വീട്ടു വാടക, കുട്ടികളുടെ ചിലവ്, കുട്ടികളുടെ യാത്രാ ചിലവ്, വണ്ടിയുടെ ചിലവ്, ഇങ്ങനെ പോയി നിരവധി പൈസ. ഇതെല്ലാം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വരവ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാതെ ചിലവിട്ടാൽ, അതുപോലെ ചെലവ് കൃത്യമായി മനസ്സിലാക്കാതെ ചെലവിട്ടാൽ നമ്മൾ ദുരിതത്തിലാകും. 90% ആൾക്കാരും ദുരിതത്തിലാവുന്നത് ഇങ്ങനെയാണ്. കൃത്യമായ ശമ്പളമാണുള്ളത്. ഈ പൈസ മുഴുവൻ നമ്മൾ മാസം നമുക്ക് ചെയ്യാനുണ്ട്. അതിനിടയിലായിരിക്കും ഒരു വാഹനം വാങ്ങാൻ തോന്നുന്നത്, ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ തോന്നുന്നത്, ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു 4 സെൻറ്റ് സ്ഥലം ഒരാൾ കൊടുക്കുന്നത് അത് വാങ്ങാൻ തോന്നുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾക്ക് അത് വാങ്ങണ്ടേ? അപ്പോൾ അത് കടമായിരിക്കും, അല്ലെങ്കിൽ മറ്റാരൊന്നും തിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പൈസ നമ്മൾ അതും കൂടി എക്സ്ട്രാ ചിലവ് വരുമ്പോൾ നമുക്കിത് അടക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കണം. ഇത്രയും വലിയ ചിലവിന് ചെയ്തതിനിടയിൽ നമുക്ക് എക്സ്ട്രാ ചിലവ് വരുമ്പോൾ അതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യാമെന്ന് നമുക്കൊരു ബോധം വേണ്ടേ? ഈ ബോധം ഇല്ലാണ്ടാണ് നമ്മൾ പലരും പല സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ വാങ്ങിക്കുന്ന സാധനം നമ്മുടെ കടങ്ങളെല്ലാം വീട്ടിൽ നമുക്കൊരു മാസത്തിൽ നിശ്ചിത പൈസ മിച്ചം വെക്കാൻ നമുക്ക് എപ്പോഴും കഴിയണം. ഈ 500 ഞാൻ ഒരു ഊഹം പറഞ്ഞതാട്ടാ. ചില ആൾക്കാർക്ക് 1000 ഉണ്ടാവും, 2000 ഉണ്ടാവും, 3000 രൂപയ്ക്ക് ഒരു ദിവസം വരുമാനമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് അതിനനുസരിച്ച് ചിലവുണ്ടാവും. നിങ്ങൾ ആദ്യം വേണ്ടത് വരവ് ചെലവ് കണക്കിൽ കൃത്യമായി എഴുതി തയ്യാറാക്കുക. വരവ് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഒരു മാസത്തിൽ ഇത്ര പൈസ നമുക്ക് വരവിൽ വരാനുണ്ട്. ചിലവ് നമുക്ക് എത്ര എഴുതിയാലും തീരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നും നമുക്ക് നിശ്ചിത പൈസ നമ്മളൊരു മിച്ചം വെക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ശ്രമിക്കണം. കാരണം എന്താ വെച്ചാൽ എപ്പോഴാണ് ഒരു ദുരിതം വരുമെന്ന് പറയാൻ കഴിയില്ല. എപ്പോഴാണ് നിങ്ങൾ ഈ മിച്ചം വെച്ചിട്ട് അവിടെ പൈസ ഉണ്ടെങ്കിൽ ഒരു ദുരിതം വന്നു കഴിഞ്ഞാൽ അന്നേരം പെട്ടെന്ന് എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു ഓപ്പറേഷൻ പെട്ടെന്ന് വന്നു എന്ത് ചെയ്യും? കടം എടുക്കണ്ടേ? അപ്പോൾ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് കടം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തികൾക്കോ അല്ലെങ്കിൽ ബ്ലേഡ് കാരനോ ഒരു 50,000 രൂപ വാങ്ങിച്ചു. ഈ 50,000 രൂപ വാങ്ങിച്ചതിന് ശേഷം ആ തൊട്ടടുത്ത മാസം അവരിങ്ങോട്ട് വരും പൈസക്കാരൻ, അവന് നമ്മൾ കൊടുക്കണം. അപ്പോഴെന്തായി? അവർ കൊടുക്കാൻ പൈസയില്ല. മറ്റുള്ളവരെല്ലാം ചിലവിട്ട് ഇവിടെ പൈസയില്ല. അതിനു വേണ്ടി വേറൊരാളുടെ കടം വാങ്ങിച്ചു. ആ പൈസ ഇത്തവണ ഇവൻ്റെ ആ ഗഡുക്കൾ അടച്ചുപോയി. ഏത് പലിശക്ക് കൊടുത്തതിനടുത്ത് അടുത്ത മാസം വീണ്ടും പലിശയും കൂടി കൊടുക്കാനുണ്ട്. അതുപോലെ ആ കടം വാങ്ങിച്ചതും കൊടുക്കണം. ഇങ്ങനെ കുറേ കടം വന്നു.
ഇത് കൂടാണ്ടാണ് നമ്മൾ അത് കാണുമ്പോൾ അത് കാണിച്ചു, ഇത് വാങ്ങിച്ചു, വേണ്ടുന്നതും വേണ്ടാത്ത എല്ലാം വാങ്ങിച്ചു. അതുകൊണ്ട് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഉള്ള സൗകര്യത്തിൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ നോക്കണം. ഫ്രിഡ്ജില്ലേ, തൽക്കാലം ഇല്ലെങ്കിൽ സാരില്ല. വാഷിംഗ് മെഷീനില്ലേ, തൽക്കാലം ഇല്ലെങ്കിൽ സാരില്ല. വാഹനമില്ലേ, തൽക്കാലം ഇല്ലെങ്കിൽ സാരില്ല. എന്ത് വേണം? നിങ്ങൾ മിച്ചം വെച്ചിട്ട് പൈസയായി, അതിൻ്റെ അകത്ത് നമുക്ക് ഏതായാലും ഒരു വാഹനം വാങ്ങണം. നിങ്ങൾ വാങ്ങിച്ചോളൂ, കടമെടുക്കണ്ട. നിങ്ങൾ ആ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് 10 രൂപ നിങ്ങൾക്ക് വില പേശി വാങ്ങാം. കടം വാങ്ങുന്നതിന് വിലവേശം പറ്റുമോ? വിലവേശം പറ്റില്ല. അപ്പോൾ റെഡി ക്യാഷ് കൊടുത്ത് പോകുമ്പോൾ നമുക്ക് അവരോട് പറയുക, ഇത്ര പൈസയുണ്ട്, നിങ്ങൾക്ക് റെഡി ക്യാഷ് എന്നിട്ട് ആ പൈസ അങ്ങ് തന്നേക്കാം. വാഹനം വാങ്ങാം, എല്ലാ സാധനവും വാങ്ങാം. നിങ്ങൾ മിച്ചം വെച്ച് പഠിക്കാൻ ശീലിക്കണം. ഇങ്ങനെ വളർന്നു വരുമ്പോഴേക്കും ചിലപ്പോൾ വീട്ടിൽ പെട്ടെന്ന് മകളുടെ കല്യാണമെന്ന് വരുന്നത് എന്തു ചെയ്യും? അതിനുവേണ്ടി ബാങ്ക് ലോൺ എടുക്കും, മറ്റു പല സാധനങ്ങളും പണയപ്പെടുത്തും. സ്വർണം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ വരില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനു വേണ്ടിയിലേക്ക് 4-5 സ്ഥലത്ത് ലോൺ എടുത്ത് അത് അടക്കാൻ പറ്റാണ്ട് വീടിൻ്റെ രേഖ പണയം വെച്ച്, അപ്പോൾ അതും പണയത്തിലായി, ഇതും പണയത്തിലായി. അവസാനം നമ്മൾ ആത്മഹത്യയിലേക്ക് പോകാനുള്ള കാരണം ഇതാണ്. അപ്പോൾ നമ്മളെന്ത് വേണമെന്ന് വെച്ചാൽ ആദ്യം ചിട്ടയായിട്ടുള്ളൊരു ജീവിത ശൈലി നമ്മൾ ഉണ്ടാക്കണം. വരവ്, ചെലവിലെല്ലാം നമ്മൾ നോട്ട് ചെയ്യണം. എന്നതിന് ശേഷം എത്ര പൈസ മിച്ചമുണ്ട് നോക്കണം. ഈ മിച്ചമുള്ള പൈസ നിങ്ങളൊരു ചിട്ടിയിൽ, ഔദ്യോഗികമായ ചിട്ടി, മുങ്ങുന്ന ചിട്ടിയിൽ കൂടി വയ്ക്കരുത്, അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അത് നിങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും സാവധാനത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റും. ഈ ഒരു അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതെന്നറിയാം. നമ്മൾക്ക് വീട്ടിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കാം. കുറച്ച് ഞെരുങ്ങിയാലും ഈ ഒരു മാസം നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ മാസം നമുക്കൊരു 1000 രൂപ മിച്ചമുണ്ട്, അല്ലെങ്കിൽ ഒരു 2000 രൂപ മിച്ചമുണ്ട്, അല്ലെങ്കിൽ ഒരു 10,000 രൂപ ഈ മാസം നമുക്ക് മിച്ചം വെക്കാൻ പറ്റി. അത് അനക്കരുത്. അത് അവിടെ തന്നെ വെക്കണം. അത് അടുത്ത മാസം എടുത്ത് ചിലവഴിക്കാനല്ല. അത് നമ്മൾക്ക് ഭാവിയിലേക്ക്, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണെന്ന ചിന്തയോടുകൂടെ അവിടെ സേവ് ചെയ്യണം. അതിന് തൊട്ടടുത്ത മാസം നമ്മൾ അങ്ങനെ സേവ് ചെയ്യാൻ വേണ്ടി നോക്കണം. പക്ഷേ നിങ്ങൾ അതിനിടയിൽ ഈ പൈസ നിങ്ങൾക്ക് കുറച്ചായെങ്കിൽ അതിനകത്ത് കുറച്ച് പൈസ എടുത്ത് നിങ്ങൾക്ക് എന്ത് സാധനം വാങ്ങിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പൈസ ഇല്ലാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പോയിട്ട് ഇങ്ങനെയുള്ള ഓരോ വീട്ടു സാധനങ്ങൾ, ചിലപ്പോൾ വീട്ടിൽ സാധനം ഉണ്ടാവും, അതുകൂടാണ്ട് എക്സ്ട്രാ സാധനം വാങ്ങും. പ്രത്യേകിച്ച് നമുക്ക് ഓരോന്ന് കാണുമ്പോൾ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചുകൊണ്ടിരിക്കും. ഡ്രസ്സ് അങ്ങനെയാണ്. ഒരു കല്യാണം വരുന്നുണ്ട്, ആ കല്യാണത്തിന് ഒരു സാരി, ഒരു വർഷത്തിൽ എത്ര കല്യാണം വരുന്നത് അത്രയും സാരിയും അത്രയും ചുരിദാറും വാങ്ങുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതാ അന്ന് ഇട്ടതാണ്, അതുകൊണ്ട് ഇത് രണ്ടാമത് ഇപ്പോൾ ഇടാൻ പറ്റില്ല. ഈ വിഷയത്തിൽ ഒരു ഭാര്യാഭർത്തകന്മാർ തമ്മിലടിക്കുന്ന കുടുംബത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വസ്ത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ അവസാനം ആ വസ്ത്രം എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് നമ്മളെ ഈ ശവത്തിൻ്റെ മുകളിൽ ഇടുന്ന പോലെയാവും. നമ്മളിങ്ങനെ ഓരോന്നിനും വസ്ത്രം വാങ്ങിച്ച് കടം കയറിയിട്ട് അത് വീട്ടിലുള്ള ആൾക്കാർക്ക് ദുരിതമായിട്ട് അവസാനം നമ്മൾ ആത്മഹത്യയിലെത്തും. ആ വസ്ത്രം മുഴുവൻ അവരെ ഒന്നിച്ചിട്ടിട്ട് അതുകൊണ്ട് മരിച്ച ആളുടെ ശരീരത്തിലിട്ട് കത്തിക്കുന്ന ഒരു അവസ്ഥ വരും എന്നർത്ഥം. അതുകൊണ്ട് നമ്മളാണ് ചിന്തിക്കേണ്ടത്. നമ്മൾക്ക് എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകേണ്ടത്, കടമില്ലാതെ പോകേണ്ടത് നമ്മൾ ഇപ്പോഴേ ചിന്തിക്കണമെങ്കിൽ ചിട്ടയുണ്ടാക്കണം. എഴുതി വെക്കുക. ഭാര്യ അല്ല ഭർത്താവ് എഴുതി വെക്കുക. എത്രയായിക്കോട്ടെ വരുമാനം, നിങ്ങൾക്ക് 1000 രൂപയേ ഉള്ളൂ വരുമാനമെങ്കിൽ അതിനനുസരിച്ച് വളരെ ലുബ്ധിച്ച് ചിലവിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. നിങ്ങളുടെ മക്കളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുണ്ട്, നിങ്ങളുടെ ഭർത്താവുണ്ട്, നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അവർക്കെല്ലാം മുന്നിൽ നിങ്ങൾ ഭേദപ്പെട്ട രീതിയിലേക്ക് വരണമെങ്കിൽ നമ്മൾ കടക്കാരനല്ലാണ്ട് വേണം വാങ്ങിക്കാൻ, എല്ലാം ചെയ്യാൻ. നിങ്ങൾ വണ്ടി വാങ്ങിച്ചു, ഫ്രിഡ്ജ് വാങ്ങിച്ചു, വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു, പക്ഷെ വാടക താമസിക്കുന്നത്, വാടക കൊടുക്കാൻ പറ്റില്ല, നാളെ അവർ ഇറക്കി വിടും. ഇതെല്ലാം കൊണ്ട് നിങ്ങൾ എവിടെ പോകും? എന്തു ചെയ്യും? കട്ടിലുണ്ടാവും, മേശയുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. നമുക്ക് കട്ടിലില്ലെങ്കിൽ നമുക്ക് തൽക്കാലം പായ വിരിച്ച് തറയിൽ കിടക്കാം. പൈസ ആകുമ്പോൾ നമ്മൾ വാങ്ങിക്കുക, വിഷയമില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി എടുത്ത് പറഞ്ഞുകൊണ്ട് നിർത്താം. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇത്തരത്തിൽ സാധന സാമഗ്രികളൊക്കെ വാങ്ങുന്നതിന് മുമ്പ് വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സാധന സാമഗ്രികളൊക്കെ പിന്നെ വാങ്ങാം. ആദ്യം നിങ്ങൾ ചുരുങ്ങിയത് ഒരു 5 സെൻറ്റ് ഭൂമിയെങ്കിലും വാങ്ങാൻ വേണ്ടി പണം സേവ് ചെയ്യണം. ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കാനുള്ള കാരണം, മുസ്ലിം മതത്തെയും ക്രിസ്തു മതത്തെയും അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അണുകുടുംബത്തിലേക്ക് പോകുന്നു. മുസ്ലിങ്ങൾ കൂട്ടുകുടുംബമായി നിൽക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ കൂട്ടുകുടുംബമായി നിൽക്കുമ്പോൾ നമ്മളാണ് ഏറ്റവും പെട്ടെന്ന് അണുകുടുംബമായി മാറുന്നത്, കൂട്ടുകുടുംബത്തിൽ നിൽക്കാതെ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും വേണമെന്ന് വിചാരിച്ച് ഭീമമായ കടമെടുത്തിട്ട് നമ്മൾ വീട് വാടകയ്ക്കെടുത്തിട്ടാണ് ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീട് വാടകയ്ക്കെടുക്കുന്നതിന് പകരം ആദ്യം എന്ത് വേണം? നിങ്ങൾ 10 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനുള്ള തത്രപ്പാടിലായിട്ട് ചെയ്യേണ്ടത്. അതിനുള്ള ബുദ്ധി പ്രയോഗിക്കണം. നിങ്ങൾ വാടകയ്ക്ക് വെക്കുകയാണെങ്കിൽ പരമാവധി സാധനങ്ങൾ കുറച്ച്, കട്ടിലില്ലെങ്കിൽ സാരില്ല, പാത്രങ്ങൾ കുറവാണെങ്കിൽ സാരില്ല, വസ്ത്രങ്ങൾ കുറവാണെങ്കിൽ സാരില്ല,
അത്യാധുനിക സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ സാരമില്ല. കാരണം എന്താ, നിങ്ങൾക്ക് സ്വന്തമായി ഭൂമി ഉണ്ടെങ്കിൽ അവിടെ ഒരു വീട് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ ഈ സാധനങ്ങളെല്ലാം വാങ്ങിയിടാം. അതല്ല എങ്കിൽ നാളെ അവരെ പിടിച്ച് നിങ്ങൾ പെരുവഴിയിൽ ഇറക്കി കഴിഞ്ഞാൽ ഈ സാധനം കൊണ്ട് നിങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വലിയ വാഹനത്തിൽ കയറ്റലും ഇറക്കലും എല്ലാം വളരെ ബുദ്ധിമുട്ടായി തീരും. അപ്പോൾ സ്വന്തം വീടും സ്ഥലവും ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അങ്ങനെ നമുക്ക് സ്വന്തം വീട് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ആ വാടക കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ, വാടക കിട്ടുന്ന പൈസ, അതന്നെ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യമായി തീരും. അതന്നെ ഏറ്റവും നമുക്ക് ബാലൻസ് വെക്കാൻ ഏറ്റവും വലിയ ഗുണമായി തീരും. അപ്പോൾ വീടെടുക്കാൻ വേണ്ടിയിട്ട്, സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ തീരുമാനിക്കുക. ഇനി കടം കയറി, കടമാണ് എനിക്ക് അങ്ങനെയുള്ള ദോഷമാണ് ഇങ്ങനെയുള്ള ദോഷം, ഒരു ദോഷവും പറയണ്ട കേട്ടോ. ജാതക ദോഷമൊന്നുമല്ല. ജനിച്ചു വീഴുമ്പം എല്ലാവരും ഉടുതുണി ഇല്ലാതെയാണ് ജനിച്ചു വീഴുന്നത്. ആരെങ്കിലും ഒരു നൂല് പോലും ഇല്ലാതെയാണ് ജനിച്ചു വീഴുന്നത്. 28ാം നാളിൽ നമുക്ക് മാതാപിതാക്കളോട് നൂല് കെട്ടിത്തരുന്നു. പിന്നീട് ഓരോ ആൾക്കാരുടെയും കഷ്ടപ്പാടിൻ്റെയും ത്യാഗത്തിൻ്റെയും ജീവിതമാണ് ഇന്ന് കാണുന്ന സകലതും അവരുണ്ടാക്കിയിട്ടുണ്ടാവുക. അതുപോലെ നമ്മളും കുറച്ച് കഷ്ടപ്പെടണം, ത്യാഗം സഹിക്കണം. കടം വാങ്ങിച്ചിട്ടില്ല, കഠിനാധ്വാനം ചെയ്തിട്ട്, ബുദ്ധി ഉപയോഗിച്ചിട്ട്, സാമർത്ഥ്യത്തോടു കൂടിയിട്ട്. ഒരാൾക്കും കടം കൊടുക്കേണ്ടതില്ല, കടം വാങ്ങാനും പാടില്ല. കടം വാങ്ങില്ല എന്ന് ഉറച്ച തീരുമാനം എടുക്കണം. എന്നിട്ട് നമ്മൾ സ്ഥലം വാങ്ങുക, വീട് വെക്കുക. മക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് അവൻ സ്വന്തമായിട്ട്, അച്ഛൻ്റെയോ അമ്മയോടല്ല, അവൻ ഈ കല്യാണ പ്രായമാകുന്നതിനിടയിൽ ഇത്രയും കാലം ജോലി ചെയ്തിട്ട് സ്വന്തമായിട്ട് 5 സെൻറ്റ് ഭൂമി വാങ്ങിച്ച് വ്യക്തിയാണോ എന്ന് നോക്കണം. അവൻ ജോലിയുണ്ട്, ഗവൺമെൻറ് ജോലി ഉണ്ടായിട്ടും അവൻ എന്താണ് ചെയ്തത്, അവൻ ഗൾഫിലായിട്ടും എന്താണ് ചെയ്തത്, ബാങ്ക് ബാലൻസ് ഉണ്ടോ എന്നല്ല, അവൻ 5 സെൻറ്റോ 10 സെൻറ്റോ അവൻ സ്വന്തമായി വാങ്ങിച്ചിട്ടുണ്ടോ. അവൻ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ വളരെ കഷ്ടപ്പെട്ടിട്ടായാലും ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം അവൻ പൈസ സൂക്ഷിക്കുന്നവനാണ്, അവൻ പണം സംരക്ഷിക്കുന്നവനാണ്. അങ്ങനെ സൂക്ഷിക്കുന്നവനും സംരക്ഷിക്കുന്നവനും മാത്രമേ ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ പറ്റൂ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. നാളെ നമ്മൾ ഒരാളും ആത്മഹത്യയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ ആ ശീലം നമ്മളെ കൊണ്ടുവരണം. നമ്മളെ കണ്ടിട്ട് വേണം നമ്മുടെ മക്കൾ വളരാൻ. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ ചിട്ടയോടുകൂടി ഓരോ പൈസ ചിലവാക്കുമ്പോൾ അത് കൃത്യമായി കണക്ക് രേഖപ്പെടുത്തി നമ്മൾ എഴുതി വെച്ചിട്ട് ഒന്ന് ശീലിച്ചു നോക്കിയട്ടെ, നിങ്ങൾ നാളെ കടം വാങ്ങില്ല. ചിലവാക്കുന്ന ഓരോ തുകയും നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾ നാളെ ചിലവാക്കുന്നത് ചുരുക്കും. നിങ്ങൾ ഉദ്ദേശിച്ച് വെച്ച് നിങ്ങളും ഭൂസ്വത്തിനും നിങ്ങളും മറ്റുള്ള എല്ലാ സാധന സാമഗ്രികളും വാങ്ങിച്ചിട്ടുള്ള സാധാരണ കുടുംബത്തിലേക്ക് കൊണ്ടുവരും. രോഗം വന്നാൽ അതിജീവിക്കണമെങ്കിലും പണം വേണം. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം വേണമെങ്കിലും പണം വേണം. പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബ ജീവിതം ധന്യമാക്കാൻ പണം ആവശ്യമാണ്. അത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അത് ഈശ്വരൻ തരുന്നതല്ല, അത് പൂജ ചെയ്താൽ കിട്ടുന്നതല്ല, ജ്യോതിഷിയെ കണ്ടാൽ കിട്ടുന്നതല്ല. നമ്മൾ ചിട്ടയോടെയുള്ള ജീവിതത്തിലൂടെ നേടിയെടുക്കേണ്ടതാണെന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ. അതോടൊപ്പം ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ. ഇത് പോലെയുള്ള അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.